ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ്. വെൽക്കം ടു ഫോക്കസ് ട്രേഡ്. നമ്മളിപ്പോൾ കുറച്ചായി വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നിരുന്നു. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു എന്താണ് പുതിയ വീഡിയോസ് ഒന്നും വരാത്തത് എന്നൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയായി പോയി. അപ്പോൾ വീഡിയോസ് ഉണ്ട്, ട്രേഡിങ്ങിനെ കുറിച്ച് ഇനിയും വീഡിയോസ് വരുന്നതാണ്. കുറേ പേരൊക്കെ ട്രേഡിങ്ങിലേക്ക് വരുന്നുണ്ട്, ഡൗട്ട്സുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. ആ ഡൗട്ട്സിനൊക്കെയുള്ള ഉത്തരം നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും. കുറേ പേർക്ക് ഞാൻ പേഴ്സണലായിട്ട് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മാത്രമല്ല എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇനി തൊട്ട് നമുക്ക് അങ്ങനത്തെ കുറച്ച് വലിയ ഡൗട്ട്സൊക്കെ ആണെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ ട്രേഡിങ് ഇതുപോലെ തന്നെ ഇപ്പോഴും പലർക്കും ട്രേഡിങ് ഡൗട്ടാണ്. ഇങ്ങനെ പല പല ഡൗട്ടുകളാണ്. മെയിനായിട്ട് എമൗണ്ട് നഷ്ടപ്പെട്ടവർ, അതുപോലെ ബ്രോക്കറെ സെലക്ട് ചെയ്യൽ, ഇതൊക്കെയാണ് അധിക പേരുടെയും ഡൗട്ട്. ഇപ്പോഴും കൺഫ്യൂഷൻ നമ്മളെപ്പോഴും പറയാറുണ്ട്, എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, എപ്പോഴും സൂക്ഷിച്ച് മാത്രം സെലക്ട് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക എന്നൊക്കെ. എന്നിട്ടും പ്രശ്നങ്ങൾ വരുത്തുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. സൂക്ഷിച്ച് എല്ലാവരും ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോഴും ട്രേഡ് ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും നമ്മൾ റിസ്ക് ഫ്രീ, മാക്സിമം നമ്മൾ റിസ്ക് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ബ്രോക്കറിൻ്റെ ഓപ്പണിംഗ് ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാം, ഓപ്പൺ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എനിക്ക് ഇൻസ്റ്റഗ്രാമിലോ മെസ്സഞ്ചറിലോ ഒക്കെ വന്ന് മെസ്സേജ് അയക്കാം, ടെലഗ്രാമിലോ വന്ന് മെസ്സേജ് അയക്കാം. നമ്മളിപ്പോൾ ലാസ്റ്റ് 2 വീഡിയോ ആയിട്ട് മെറ്റാട്രേഡർ 4 മെറ്റാട്രേഡർ 5 ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു തന്നായിരുന്നു. ഞാനപ്പോൾ വിട്ടുപോയൊരു കാര്യമുണ്ട്, പലരും ചോദിച്ചൊരു കാര്യമാണ്. അതായത് നമ്മൾ 2-3 ട്രേഡ് എടുക്കുമ്പോൾ ഇതെങ്ങനെ ഒരുമിച്ച് ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുപോലെ തന്നെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. കുറേ പേർക്ക് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്ന മെസ്സേജസ് ആണത്. അപ്പോൾ കുറേ പേർക്കുള്ള ഡൗട്ടാണത്. നമുക്ക് എന്തായാലും ഈ വീഡിയോയിൽ കാണാം. അതായത് എങ്ങനെയാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുക, എങ്ങനെയാണ് കുറേ ട്രേഡുകൾ ഒരുമിച്ച് ക്ലോസ് ചെയ്യുക എന്നുള്ളത്. ഈ കുറേ ട്രേഡുകൾ ഒരുമിച്ച് ക്ലോസ് ചെയ്യുന്നത് MT4-ലില്ല, MT5-ലാണ് അതുള്ളത്. MT5 ഞാനിപ്പോൾ കുറച്ചും കൂടെ ഇപ്പോൾ 2 വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും. MT5-ൽ കുറച്ചും കൂടി അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉണ്ട്. അതുള്ളത് MT5-ലാണ്. അതുപോലെ തന്നെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് നമുക്ക് 2-ലും സെറ്റ് ചെയ്യാം. ഈ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ ചിലർക്ക് ഡൗട്ടുണ്ട്. നമ്മളിതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മുടെ തുടക്കത്തെ ബേസിക് ടെർമിനോളജിയുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഡൗട്ടുള്ളവർ അത് പോയി കാണുക, വിശദമായിട്ട് അറിയാം. പക്ഷെ ചുരുക്കി ഞാനിപ്പോൾ പറഞ്ഞാൽ, അതായത് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യും. നമ്മുടെ ഒരു നിശ്ചിത പോയിന്റിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ വെച്ച സ്റ്റോപ്പ് ലോസിനെ നമ്മൾ ട്രെയിൽ ചെയ്യും. അതായത് നമ്മൾ കുറച്ചൊന്ന് കയറ്റി കൊടുക്കും. അപ്പോൾ നമ്മൾ നേരത്തെ അത്ര സ്റ്റോപ്പ് ലോസില്ല. പിന്നെയും നമ്മളത് കുറച്ചും കൂടി പ്രോഫിറ്റ് കയറുമ്പോൾ ഇതിനെ നമ്മൾ നമ്മുടെ എടുത്തോടെ തന്നെ വയ്ക്കും. അഥവാ പെട്ടെന്നെങ്ങാനും മാർക്കറ്റ് തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലോസും ഇല്ല, പ്രോഫിറ്റും ഇല്ല. ഇനി വീണ്ടും പ്രോഫിറ്റിലേക്ക് പോയാൽ നമ്മളിതിനെ കുറച്ചും കൂടി മുകളിലോട്ട് വയ്ക്കും. അപ്പോൾ പെട്ടെന്ന് തിരിച്ചിറങ്ങിയാൽ നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ കൊണ്ടുപോകുന്നതിനെയാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്, അതുപോലെ ബ്രേക്ക് ഈവൻ എന്നൊക്കെ പറയും. ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ അതല്ല, നമുക്ക് കുറച്ച് ബുക്ക് ചെയ്ത് ഇടുന്നതും അങ്ങനെ കുറച്ച് 1-2 ടേംസുകളുണ്ട്, 1-2 കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാൻ കുറച്ച് പേർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ആകാംക്ഷയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെയാണ് അത് MT5-ൽ ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മൾ MT5 എടുക്കുന്നു. MT5-ൻ്റെ ഒരു ഡെമോ അക്കൗണ്ടാണ്. EURUSD എന്നുള്ള പെയർ എടുക്കുന്നു. EURUSD എന്നുള്ള പെയർ എടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം കാണിക്കുന്നത് എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് അല്ലെ ട്രെയിൽ ചെയ്യുക. അതാണ് പലർക്കും സംശയം. ഞാൻ ട്രെയിൽ ചെയ്യുന്നതിനെ കുറിച്ച് വിശദീകരിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ട്രെയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബൈ കൊടുത്തു. ഇപ്പോൾ ഇവിടെ ബൈ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അവിടെ ഒരു ബൈ വന്നിട്ടുണ്ട്. ഇനി എനിക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നോർമലി എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക? MT5-ൽ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ആ ലൈനിൽ തന്നെ പ്രസ് ചെയ്യുമ്പോൾ, ലൈനിലിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ വന്നിട്ടുണ്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചു, ആ ലൈൻ വരും. നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത്, ഇപ്പോൾ ഞാൻ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടാർഗറ്റും എനിക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്തു. അത് മോഡിഫൈ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇത് 2 സ്റ്റോപ്പ് ലോസ്
ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ചെറിയൊരു ആഷ് കളർ ലൈനിൽ, ഒരു ഗ്രേ കളർ ലൈനിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ച പോലെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ, എനിക്കിതിപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ലൈവ് ട്രേഡ് എടുക്കുമ്പോൾ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ വിചാരിച്ച പോലെ മാർക്കറ്റ് പോയി, അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഇവിടെയുള്ള മാർക്കറ്റ് കയറി ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. ഇവിടെ എത്തി, അതായത് ഗ്രാഫ് ഇപ്പോൾ ഇങ്ങനെയാണ്. ഗ്രാഫ് ഇപ്പോൾ ഇവിടെ എത്തി എന്ന് വിചാരിക്കുക, ഈ ഒരു പോയിന്റിൽ എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് തിരിച്ച് കയറ്റി നമ്മളെടുത്ത പോയിന്റിൽ വെക്കാം. എന്തിനാണെന്ന് വെച്ചാൽ അഥവാ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടാർഗറ്റ് എത്തിയിട്ടില്ല. ഇനി അഥവാ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് ഇനി മുകളിലോട്ട് പോകുന്നതാണ് നമ്മുടെ അനാലിസിസ്. പക്ഷെ അഥവാ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടവുമില്ല ലാഭവുമില്ല. അപ്പോൾ അതിന് വേണ്ടി വെക്കുകയാണ്. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റോപ്പ് ലോസിന് ഇങ്ങനെ കയറ്റി ഇവിടെ കൊണ്ട് വെച്ചിട്ട് വീണ്ടും മോഡിഫൈ കൊടുക്കുന്നു. ഓരോ പ്രാവശ്യം നമ്മൾ മോഡിഫൈ കൊടുക്കണം. അത് കഴിഞ്ഞ് വീണ്ടും ഗ്രാഫ് കയറി ഇവിടെ എത്തി, അതായത് ഈ ഒരു പോയിൻ്റാണ് ഞാൻ പറയുന്നത്. അവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും എടുത്തിട്ട് കുറച്ചും കൂടി മുകളിലോട്ട് വെക്കണം. അപ്പം ഇപ്പോൾ നമ്മുടെ ചാർട്ട് ഏകദേശം ഇവിടെ ആയിരിക്കും. നമ്മൾ കുറച്ചും കൂടി ഇനി വെച്ചാൽ നമുക്ക് 50 അഥവാ താഴോട്ട് ഇറങ്ങിയാൽ 50% കിട്ടും. എന്നിട്ട് അത് മോഡിഫൈ ചെയ്യണം. പിന്നെയും ഇത് എത്തി ടാർഗറ്റ് പോയിൻ്റ് എത്താറാകുമ്പോൾ നമ്മൾ ടാർഗറ്റ് കുറച്ചുകൂടെ കയറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് സ്റ്റോപ്പ് ലോസിന് ഇങ്ങനെ കയറ്റുന്നു. പിന്നെയും മുകളിലോട്ട് പോകുമ്പോൾ ടാർഗറ്റ് കയറ്റുന്നു, സ്റ്റോപ്പ് ലോസിനെ കയറ്റുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റും. ഇതിനെയാണ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുക. അതുകൊണ്ട് ഇത് ഓരോ പ്രാവശ്യം നമ്മൾ മാനുവലി മാറ്റി കൊടുക്കണം. പിന്നെ ചോദിക്കും ചിലർ ടാർഗറ്റ് പോയിൻറ്റ് 1, 2, 3 ഇങ്ങനെ 3 ടാർഗറ്റൊക്കെ വെക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇതിൽ അറ്റ് എ ടൈം നമുക്ക് 3 ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. പകരം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ഇവിടെ ടാർഗറ്റ് വെച്ചു, പിന്നെ ഏകദേശം ചാർട്ട് ഇവിടെ എത്താറാകുമ്പോൾ നമ്മൾ ടാർഗറ്റ് ഒന്ന് കയറ്റുന്നു, ഒപ്പം സ്റ്റോപ്പ് ലോസും ഒന്ന് കയറ്റി അതിൻ്റെ താഴെയായിട്ട് വയ്ക്കുന്നു. പിന്നെ ഇവിടെ ടാർഗറ്റ് എത്താറാകുമ്പോൾ മൂന്നാമത്തെ ടാർഗറ്റായിട്ട് നമ്മൾ വീണ്ടും കയറ്റി വയ്ക്കുന്നു. അപ്പം അങ്ങനെ നമ്മളത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം മാനുവലി. ഇത് തന്നെ MT4 വന്നാൽ MT4 ഈ ഒരു ഓപ്ഷൻ ഇല്ല, ഇങ്ങനെ സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഓരോ പ്രാവശ്യവും സ്ലൈഡ് ഇവിടെ സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനൊരു എറോ മാർക്കുണ്ട്, അവിടെ പോയിട്ട് ഓരോ പ്രാവശ്യവും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും മാറ്റി ടൈപ്പ് ചെയ്ത് മോഡിഫൈ ചെയ്യണം. അത് മാത്രമാണ് വ്യത്യാസം MT4. MT5 കുറച്ചുകൂടി ഈസി ആയിട്ട് സ്വൈപ്പ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാണ് എല്ലാവരുടെയും ഫസ്റ്റ് സംശയം, എന്താ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്, അതെങ്ങനെയാണ് വെക്കുക, എങ്ങനെയാണ് ടാർഗറ്റ് പോയിൻ്റ് ഡിഫറെൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ അടുത്തൊരു ഡൗട്ടാണ് എല്ലാവർക്കും, എങ്ങനെയാണ് ഒരുമിച്ച് ക്ലോസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരുമിച്ച് ആക്ച്വലി നമുക്കിപ്പോൾ ഞാൻ 3 ബൈ ട്രേഡുകൾ, ഇപ്പോൾ 3 ബൈ ട്രേഡ് ഉണ്ട്, എനിക്കിത് 3ഉം ഒരുമിച്ച് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഒറ്റയ്ക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ 3 ബൈയും 3 സെല്ലും ആകുമ്പോൾ, അതായത് എനിക്ക് ഒരു ബൈക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് ഒരു സെല്ലിനെ ക്ലോസ് ചെയ്യാൻ പറ്റും. ഒരു ബൈക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സെല്ല്. അപ്പോൾ ഞാൻ ഒരു ബൈ എടുക്കുമ്പോൾ ഇവിടെ കണ്ടോ ഇങ്ങനൊരിത്, ഇത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നോർമലി സാധാരണ പോലെ ഇത് മാത്രം ക്ലോസ് ആവും. പക്ഷേ നമ്മൾ ഇത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ക്ലോസ് ആക്കാൻ പറ്റും, നമുക്ക് ഏതാണോ ക്ലോസ് ചെയ്യേണ്ടത്, അതായത് ആ ബൈ, ഇപ്പോൾ നമ്മൾ ബൈ ആണ് ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ആ ബൈക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സെല്ല് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച 3 സെല്ല് അവർ കാണിച്ചിരുന്നു നിങ്ങൾക്ക്, ആ ബൈൻ്റെ ഒപ്പം ഏത് സെല്ലാണ് ക്ലോസ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു സെല്ല് നിങ്ങളുടെ ടാർഗറ്റിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ടാർഗറ്റ് എത്താറായിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യണം, ബാക്കി രണ്ടും വെയിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കതിങ്ങനെ മാറ്റി സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത സെല്ല് ബൈയും അവിടെ ക്ലോസ് ചെയ്യും. സെല്ല് 10 പ്രോഫിറ്റിലായിരുന്നു, അത് സെല്ല് ബൈ എന്ന് പറയുന്നത് 5 ലോസിലാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ 10 - 5 എന്നുള്ള പ്രോഫിറ്റിൽ അവിടെ നിങ്ങൾക്ക് ക്ലോസ് ആവും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ബൈക്ക് ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു സെല്ലിനെ ക്ലോസ് ചെയ്യാം. ഈ പ്രോഫിറ്റിലുള്ള സെല്ലാണെങ്കിൽ ഈ ബൈ എന്നുള്ളത് നമുക്ക് ഈ ബൈയും ഈ സെല്ലും ഒരുമിച്ച് ക്ലോസ് ചെയ്യാം. അപ്പോൾ 1.90 0.70 കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.20 എന്നുള്ള ലോസിലാണ് ഇവിടെ ക്ലോസ് വരിക. കാരണം ലോസാണ് കൂടുതൽ, അതുകൊണ്ട് ലോസിലാണ് നമുക്ക് ക്ലോസ് വരിക. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ബൈക്കും ഒരു സെല്ലും കൂടി നമുക്ക് ഒരുമിച്ച് ക്ലോസ് ചെയ്യാം. അല്ലാതെ എടുത്ത ട്രേഡുകൾ മുഴുവനായിട്ട് നമുക്ക് ഒരുമിച്ച് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലില്ല. പിന്നെ നിങ്ങൾക്ക് സ്പീഡിൽ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് കണ്ടോ,
ഇതെന്ന് പറയുന്നത് 1 ക്ലിക്കാണ്. അതായത് ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടുന്ന് ബൈയും സെല്ലും ക്ലോസും എല്ലാം ചെയ്ത് കുറച്ച് കൺഫ്യൂഷനുള്ള കാര്യമാണ്. അതാണ് ഞാൻ മുന്നേ ഇതിൻ്റെ ട്യൂട്ടോറിയൽ പറഞ്ഞപ്പോൾ ഞാനിത് പറയാഞ്ഞത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ബ്ലൂ സൈൻ കാണുന്നതൊക്കെ ബൈ ചെയ്യാനും ഇതെല്ലാം സെല്ല് ചെയ്യാനാണ്. റെഡ് സൈൻ കാണുന്നതൊക്കെ സെല്ല് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ലോട്ട് സൈസുകളുണ്ട്, ഇവിടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഏത് വാല്യൂവിലാണ്, ഈ വാല്യൂവിലാണ് നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പ്രസ്സായി കഴിഞ്ഞാൽ സെല്ലാവും. ഇത് പ്രസ്സായി കഴിഞ്ഞാൽ ബൈ ആവും. ഇത്രയും വാല്യൂ ബൈയിൻ്റെ കാര്യത്തിൽ ബൈ സ്റ്റോപ്പ് ആയിരിക്കും, ഇത് സെൽ സ്റ്റോപ്പ് ആയിരിക്കും, ഇത് ബൈ ലിമിറ്റ് ആയിരിക്കും, ഇത് സെൽ ലിമിറ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ജസ്റ്റ് ഈ ആരോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതാവും. അപ്പോൾ ഇതൊക്കെ അവിടെ ആയിട്ടുണ്ടാവും. കണ്ടോ, നമ്മൾ ഈ ചെയ്തത് മുഴുവനായി, ലിമിറ്റ് ഓർഡറുകളൊക്കെ അവിടെ പ്ലേസ് ആയി, എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഏതൊക്കെ വരും, ഏതൊക്കെയാണ് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളതൊക്കെ ക്ലോസ് ചെയ്യുക. അപ്പോൾ അത് ജസ്റ്റ് പ്രസ് ചെയ്യുക, ക്ലോസ് ചെയ്യുക, അടുത്തത് പ്രസ് ചെയ്യുക, ക്ലോസ് ചെയ്യുക, അടുത്ത് സെലക്ട് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ അതെല്ലാം ക്ലോസ് ആയി. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ അത് കുറച്ചും കൂടി കൺഫ്യൂഷൻ ഉള്ളതാണ്. നിങ്ങൾക്ക് അല്ലാത്ത രീതിയിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഈസി. ഇങ്ങനെ ഒരു ആരോ മാർക്കുകൾ നമ്മളെടുത്ത ട്രേഡിലൊക്കെ ഇങ്ങനെ ആരോ മാർക്കുകൾ കാണുന്നു, അത് വേണ്ട, അതെങ്ങനെയാണ് കളയുക എന്ന് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കളയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ സെറ്റിങ്സ് എടുക്കുക. ഇതാണ് ഇപ്പോൾ MT5 ആണെങ്കിൽ ഇങ്ങനെ സെറ്റിങ്സ് എടുക്കുക. 4ലും ഇതുപോലെ സെറ്റിംഗ് ഉണ്ടാവും. അതിൽ ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ട്രേഡ് ഹിസ്റ്ററി ചാർട്ടിൽ കാണിക്കണം എന്നുള്ള ഓപ്ഷൻ, അത് ജസ്റ്റ് അൺടിക്ക് ചെയ്താൽ മതി. ടിക്കിലാണെങ്കിൽ അത് അൺടിക്ക് ചെയ്താൽ മതി. അൺടിക്ക് ചെയ്ത് ബാക്ക് പോയാൽ കണ്ടോ അതവിടെ നിന്ന് പോയി. അപ്പോൾ അതങ്ങനെ ചെയ്യാം. അതുപോലെ നമ്മുടെ ഇപ്പോൾ നമുക്ക് ഹാഫ് ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഒരു ലോട്ടിൽ ബൈ ചെയ്തു ഓൾറെഡി എനിക്ക് പ്രോഫിറ്റാണ്. അപ്പോൾ എനിക്കിനി വെയിറ്റ് ചെയ്യാൻ വയ്യ. കാരണം വെയിറ്റ് ചെയ്യാൻ വയ്യ എന്നല്ല, വെയിറ്റ് ചെയ്യാൻ പേടിയാണ്. അതായത് ഇത് ലോസായി പോകുമെന്നൊക്കെ. അപ്പോൾ എനിക്ക് ഹാഫ് പ്രോഫിറ്റ് ക്ലോസ് ചെയ്യാം, ബാക്കി അവിടെ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ സാധാരണ ക്ലോസ് ചെയ്യണ പോലെ എടുക്കാം. ക്ലോസ് ചെയ്യണ പോലെ എടുത്തിട്ട് ഇവിടെ കണ്ടോ, ഇത് നമ്മൾ 1ൻ്റെ ഹാഫ് 0.5 ആണ്. 0.1 ആണ് എടുക്കുന്നതെങ്കിൽ 0.1ൻ്റെ ഹാഫ് 0.05 ആണ്. അതെടുത്തിട്ട് അപ്പോൾ അതായത് അത് വെച്ച് ക്ലോസ് ചെയ്താൽ $40 പ്രോഫിറ്റ് നമുക്ക് ഓൾറെഡി ബുക്ക് ചെയ്യാം. അപ്പോൾ അവിടെ $40 പ്രോഫിറ്റ് ബുക്കായി, ബാക്കി 40 അവിടെ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹാഫ് ഓൾറെഡി ബുക്ക് ചെയ്തു. ഇനി വേണമെങ്കിൽ നമുക്ക് ഇനിയും പേടിയുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റോപ്പ് ലോസിനെ എവിടെ കൊണ്ടുവയ്ക്കാം. നമ്മൾ സ്റ്റോപ്പ് ലോസിന് നമുക്ക് എൻട്രിയിൽ വയ്ക്കാം. എൻട്രിയിൽ വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് മാർക്കറ്റ് വന്നാൽ നമ്മുടെ 40 അവിടെ എന്തായാലും സെക്യൂറായി. ഇത് ഇപ്പോൾ റൺ ചെയ്യുന്നത് പ്രോഫിറ്റും അല്ല ലോസും അല്ലാതെ തീരും. ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ നമുക്ക് ബാക്കിയും കൂടി സെക്യൂർ ആക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് ഭയമുള്ളവർക്കൊക്കെ അങ്ങനെയും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എല്ലാവരുടെയും ഡൗട്ടുകൾ. ഇത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. സോ കണ്ടല്ലോ, MT5ൽ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക, എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക, എങ്ങനെയാണ് പാർഷ്യൽ ക്ലോസ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇതിലൊന്നും ഡൗട്ട് ഉണ്ടാവില്ല എന്ന് കരുതുന്നു. സോ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് അതുപോലെ വന്നൊരു ചോദ്യമാണ് എങ്ങനെയാണ് അക്കൗണ്ട് ലോഗിൻ ചെയ്യാന്നുള്ളത്. സോ അത് പല ബ്രോക്കേഴ്സിന് പല രീതിയുണ്ട്. സോ എനിക്ക് തോന്നുന്നു അത് നമുക്കൊരു അടുത്ത വീഡിയോയിൽ ചെയ്യാം. എങ്ങനെയാണ് നമ്മളൊരു ബ്രോക്കറിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആ അക്കൗണ്ടുമായി MT4 അല്ലെങ്കിൽ MT5 വരിക, അല്ലെങ്കിൽ ആ അക്കൗണ്ട് എങ്ങനെയാണ് ഇവിടെ ലോഗിൻ ചെയ്യാന്നുള്ളത്. സോ നമുക്കത് അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഡൗട്ട് ഇപ്പോൾ എല്ലാവർക്കും ക്ലിയറായി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും കമൻ്റായിട്ടോ അല്ലെങ്കിൽ മെസ്സേജായിട്ടോ ഒക്കെ അയക്കാം. സോ നമുക്കതൊക്കെ എല്ലാവർക്കും കൂടിയായിട്ട് പറഞ്ഞ് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഡൗട്ടൊക്കെ കമൻസിൽ ചോദിച്ചോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഐ ആം ഡോക്ടർ ശരണ്യ രജീഷ്. ബൈ ബൈ.